യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി ദൈവവചനം ഓരോ ദിവസവും പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, ഓരോ നിയോഗത്തോടെ കേൾക്കുന്ന, അവ സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ജീവിതത്തിൽ വെളിപ്പെടാൻ പരിശുദ്ധാത്മാവ് ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൈവവചനം ശ്രവിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അങ്ങനെ ഒരനുഗ്രഹത്തിൽ ഓരോ ദിവസവും ആരംഭിക്കുന്നത് എന്തുകൊണ്ടും അതൊരൈശ്വര്യമാണ്, ഒരനുഗ്രഹമാണ്. കാരണം നമ്മൾ ദൈവവചനം കേട്ട് ഓരോ ദിവസത്തിനും വേണ്ട അനുഗ്രഹത്തെ നാം സ്വീകരിക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മകളും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ജീവിതത്തിൽ വെളിപ്പെടാൻ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്ക് ഈ ദിവസം കേൾക്കാനായി പ്രാർത്ഥനയോടെ ഒരുങ്ങാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 9-ാം അധ്യായം 16-ാം വാക്യം. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിച്ചു. എഴുതിയിരിക്കുന്ന 1-ാമത്തെ വാക്കാണ്, അവൻ 5 അപ്പവും 2 മീനും എടുത്ത് മനുഷ്യരിലേക്ക് നോക്കിയെന്നല്ല, സ്വർഗത്തിലേക്ക് നോക്കിയെന്നാണ്. മനുഷ്യരിലേക്കാണ് നോക്കിയിരുന്നതെങ്കിലോ അത് പല അഭിപ്രായങ്ങൾ കൊണ്ടും പല ചിന്തകൾ കൊണ്ടും അതിന്മേലൊരു നന്മ ഉണ്ടാകത്തില്ല. പല പ്രതിസന്ധികളുടെ മുമ്പിലും നമ്മൾ പലരും നോക്കുന്നത് മനുഷ്യരുടെ മുഖത്തേക്കാണ്, അവരുടെ അഭിപ്രായത്തിലേക്കാണ്. അതിനാണ് നമ്മൾ ചിലപ്പോൾ പ്രാധാന്യം കൊടുക്കുക. എന്നാൽ ദൈവത്തിലേക്കാണ് നോക്കിയത്. യേശു 5 അപ്പത്തെ എടുത്ത് സ്വർഗത്തിലേക്കാണ് നോക്കിയത്. ദൈവത്തെ നോക്കുന്നവർ പ്രകാശിതരാകുമെന്നാണ്, അത് അനുഗ്രഹമാകുമെന്നാണ്. ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലും ചില വിഷയങ്ങൾ, ചില പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുന്നവരാണ്. മനുഷ്യരുടെ മുഖത്തേക്കല്ല നോക്കേണ്ടത്, ദൈവത്തിലേക്ക് നോക്ക്. അതിനൊരു ഉത്തരം നിനക്ക് ദൈവം തരാൻ തുടങ്ങും, അതിനൊരു പരിഹാരം ദൈവം കൽപ്പിക്കാൻ തുടങ്ങും. യേശു 5 അപ്പത്തെ എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ആശീർവദിച്ചു, അത് മുറിച്ചു. പ്രിയപ്പെട്ടവരെ, മുറിച്ചത് മുറിച്ച് കളയാനല്ല, മുറിച്ചത് മുറിച്ച് കളയാനല്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മുറിയപ്പെട്ടത്, ഈ വേദനിക്കുന്നത് മുറിച്ച് കളയാനാണ്. മുറിച്ച് കളയാനല്ല, അതൊരു അത്ഭുതമാകുന്നതിൻ്റെ ആരംഭമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലിരുന്ന് മുറിയുന്നത് കാണുമ്പം പലരും പറയും, കണ്ടോ മുറിഞ്ഞു, കണ്ടോ തീർന്നു, എല്ലാം അവസാനിച്ചു. ഞാനത് അത്ഭുതത്തോടെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തൊരു ജീവിതമാണ്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങളും മുറിയപ്പെടുന്ന അനുഭവങ്ങളും ഉണ്ടായോ, അത് വേറൊരു അത്ഭുതത്തിലേക്ക് ദൈവം നയിക്കുന്നതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്നതാണ്. നിങ്ങൾ ദൈവകരങ്ങളിലിരുന്നാണോ, പ്രാർത്ഥനയോടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലാണോ ചില നഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായത്? എന്തോ ഒരു അനുഗ്രഹത്തിലേക്കാണ്, എന്തോ ഒരു അത്ഭുതത്തിലേക്കാണ്.
ഈ ദൈവകരങ്ങളിലിരുന്ന് മുറിയുന്നത് കാണുമ്പം പലരും പറയും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. കണ്ടോ, പുള്ളി ദൈവകരങ്ങളിൽ ഇരുന്നിട്ടും ഇതാണ് അവസ്ഥ, പുള്ളി പ്രാർത്ഥിച്ചിട്ടും ഇതാണ് അവസ്ഥ. നമ്മുടെ പ്രിയപ്പെട്ടവർ ചോദിക്കും, പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തുണ്ടായി, എന്ത് ലഭിച്ചു, എന്ത് കാര്യങ്ങളൊക്കെ ലഭിച്ചു എന്നൊക്കെ ചോദിക്കും. ദൈവകരങ്ങളിൽ ഇരുന്നാണോ മുറിയുന്നത്, അതൊരു അത്ഭുതത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ശിഷ്യന്മാർ യേശുവിൻ്റെ കരങ്ങളിലാണ് ഈ 5 അപ്പം ഏൽപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, 5 അപ്പം ഏൽപ്പിച്ചു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച വിഷയങ്ങൾ ചിലപ്പോൾ ഒടിയാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയം ചിലപ്പോൾ മുറിയാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയം ചിലപ്പോൾ നടക്കാതെ വരുന്നതായി തോന്നാം. ഇതെല്ലാം കാണുമ്പോൾ പലരും പറയും, കണ്ടോ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മുറിഞ്ഞു, ഒടിഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞതാ പ്രാർത്ഥിക്കണ്ട, അന്നേ പറഞ്ഞതാ വിശ്വസിക്കണ്ട, അന്നേ പറഞ്ഞതാ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇതൊക്കെ അങ്ങനെ സാധാരണ പോലെ പോയാൽ മതി. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയങ്ങൾ മുറിയുന്നത് കാണുമ്പോൾ, നടക്കാതെ വരുന്നതായി തോന്നുമ്പോൾ ഓർത്തുകൊള്ളുക, അതിന്മേൽ ഒരു സംഭവിക്കാൻ പോകുന്ന അത്ഭുതത്തിൻ്റെ ആരംഭമാണ് ആ മുറിയലും ആ ഒടിയലും ഒക്കെ. മുറിക്കുന്നത് മുറിച്ച് കളയാനല്ല. ജീവിതത്തിൽ വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ഈ മുറിഞ്ഞത് മുറിച്ചു കളയാനല്ല, എവിടെയൊക്കെയോ ചില അത്ഭുതങ്ങളുടെ ആരംഭം ദൈവം കുറിക്കുന്നതാണെന്ന് വിശ്വസിച്ചേ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലും ഈ അനുഭവമുണ്ട്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആവശ്യങ്ങൾ അതൊക്കെ മുറിയുന്നതായി എനിക്ക് തോന്നിയപ്പോൾ പലരും എന്നെ കളിയാക്കി. നീ പ്രാർത്ഥിച്ചിട്ട് കണ്ട ഒന്നും നടന്നില്ല, അത് മുറിഞ്ഞു, അത് ഒടിഞ്ഞു എന്നൊക്കെ. ഒടിയുന്നതും മുറിയുന്നതും ഒക്കെ എല്ലാവരും കാണും. പക്ഷേ അധികം വൈകാതെ, ഒത്തിരി താമസിക്കാതെ ഇതേ കരങ്ങളിലിരുന്ന് ആ അപ്പം മനുഷ്യരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ അതൊരു അനുഭവമാകുന്നതും അത്ഭുതമാകുന്നതും അനേകർ കാണാനിടവരും. നന്മയ്ക്കാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഒരു നന്മയായി മാറും, അനുഗ്രഹമായി മാറും, സൗഖ്യമായി മാറും, വിടുതലായി മാറും, അഭിഷേകമായി മാറും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ദിവസം, ഈ വെള്ളിയാഴ്ച ദിവസം അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും പറയാനുണ്ട്, ഓരോ വ്യക്തിക്കും പറയാനുണ്ട്, ഓരോ അമ്മയ്ക്കും പറയാനുണ്ട്, ഓരോ അപ്പനും പറയാനുണ്ട്. ഞാൻ മുറിഞ്ഞ അനുഭവമാണ്, തകർന്നിരിക്കുവാണ്, പൊട്ടിയിരിക്കുവാണ്, ഒടിഞ്ഞിരിക്കുവാണ്. ഇന്ന് വിശ്വസിക്കുകയാണ് കർത്താവെ, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിയുന്ന അനുഭവങ്ങൾ, ഒടിയുന്ന അനുഭവങ്ങൾ മുറിച്ചു കളയാനോ ഒടിച്ചു കളയാനോ അല്ല എന്നും അത് മറ്റൊരു അത്ഭുതത്തിലേക്കുള്ള വഴിവിളക്കാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഓരോ വ്യക്തികളെ, ഓരോ കുടുംബങ്ങളെ, ആ വചനങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നവരെ, ആ വചനങ്ങൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നവരെ, കർത്താവേ, അങ്ങയുടെ ശുശ്രൂഷകളിൽ പങ്കാളികളായി നിൽക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്മകൾ, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മുടങ്ങാതെ ഓരോ ദിവസവും വചനം കേൾക്കുവാൻ, ആത്മാവിൽ നിറയുവാൻ ഇടവരട്ടെ. ഈശോയുടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കാം. ഇന്നൊത്തിരി അനുഗ്രഹമുള്ള ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തലേ ദിവസം തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് ഇന്നുള്ളത്, ഒരു അനുഗ്രഹമാണ് ഉള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു, ഇവിടെ വരുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് കേട്ട വചനത്തിൻ്റെ അനുഗ്രഹം ഈ വ്യക്തിക്ക്, ഈ കുടുംബത്തിന് ലഭിക്കട്ടെ. ദീർഘായുസ്സുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ ഈ പ്രിയപ്പെട്ട ആലയത്തിൽ, ഈ അത്ഭുതം നടക്കുന്ന ദേവാലയത്തിൽ ഇവിടെ വന്ന് കൽക്കുരിശിൽ എണ്ണ ഒഴിക്കുന്നവരെയും, നിയോഗം നൽകി പ്രാർത്ഥിക്കുന്നവരെ, നിയോഗം സ്വീകരിക്കുന്നവരെ, സമർപ്പിക്കുന്നവരെ സകലരെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൂരെ നിന്നിത് വീക്ഷിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കണ്ണിന് കാഴ്ച കുറവുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കാഴ്ചയുമായി ബന്ധപ്പെട്ട് വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും മടി കൂടാതെ അയച്ചു കൊടുക്കുക. അനേകർ ഈ വചനത്തിലൂടെ ദൈവത്തെ അറിയട്ടെ. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ. ആമേൻ.